കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ അതിനുമപ്പുറം മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൻ്റെ ഗ്രാമങ്ങളും നഗരങ്ങളും അടങ്ങുന്ന മണ്ഡലങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഈ ആദർശ പ്രയാണം, ഈ തൗഹീദിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായ വിശിഷ്ടരായ മനുഷ്യരാണ് നമ്മളെല്ലാവരും. മനുഷ്യർക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് അവർ വേർതിരിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ വ്യത്യാസം അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനുമുള്ള സവിശേഷമായ ബുദ്ധി ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ് അവർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 100 വർഷം മുമ്പ് ഈ നാട്ടിൽ ജീവിച്ചിരുന്ന പറവകളും നാക്കാലി മൃഗങ്ങളെയുമൊക്കെ പരിശോധിച്ചാൽ അവയുടെ ജീവിത രീതിക്ക് ഒരു മാറ്റവും നമുക്ക് കാണാൻ കഴിയില്ല. അന്ന് കാക്കകൾ കൂടുണ്ടാക്കിയിരുന്നത് പോലെ തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്തും കാക്കകൾ കൂടുകൾ നിർമ്മിക്കുന്നത്. പക്ഷേ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണിന്ന്. പണ്ട് ഗൾഫിൽ പ്രവാസലോകത്ത് ജീവിച്ചിരുന്ന ആളുകൾ തങ്ങളുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് നമുക്കൊക്കെ അറിയാം. എഴുത്തുകളിലൂടെ, കത്തുകളിലൂടെയായിരുന്നു. അവിടെ നിന്ന് എഴുതി അയക്കുന്ന കത്ത് ഇവിടെ കിട്ടാൻ ചിലപ്പോൾ മാസങ്ങളെടുക്കുമായിരുന്നു. പലപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ കത്ത് ഈ നാട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് കത്തെഴുതിയ വ്യക്തികൾ ഇവിടെ എത്തിയിരുന്ന ഒരു കാലം പണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത്ഭുതകരമായ മാറ്റങ്ങളാണ്. ലോകം ഇന്ന് ഒരു ഗ്രാമം പോലെ, ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും ഏത് പ്രദേശങ്ങളിലുള്ളവർക്കും സ്വന്തം തൊട്ടടുത്തിരുന്ന് ഒരു ചായ കുടിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ലാഘവത്തിൽ പരസ്പരം അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലുള്ളവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന വിവര സാങ്കേതിക വിദ്യയുടെ വിപ്ലവത്തിൻ്റെ വളർച്ചയാണ് ഇന്ന് മനുഷ്യർ കൈവരിച്ചിട്ടുള്ളത്. അതിവേഗം ഈ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജെമിനിയുടെയും റോബോട്ടിക് യുഗങ്ങളുടെയും ഈ കാലത്ത് മനുഷ്യൻ പുരോഗതിയും അതുപോലെ അഭിവൃദ്ധിയും ഒക്കെ കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഓരോ വ്യക്തികളോടും നമ്മൾ സംസാരിക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതത്തിന്റെ അവരുടെ ചുറ്റുപാടുകൾ നമ്മളിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പറയാനുള്ള ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പുരോഗതി ഉണ്ടെങ്കിലും മനുഷ്യർക്ക് ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. സമാധാനവും സ്വസ്ഥതയും എവിടെ നിന്ന് ലഭിക്കും എന്ന് അന്വേഷിച്ച് മനുഷ്യരിങ്ങനെ പരക്കം പായുന്ന ഒരു കാഴ്ച ഈ ലോകത്തുണ്ട്. പല തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ കാലത്ത് കുടുംബജീവിതവും അല്ലെങ്കിൽ ബന്ധങ്ങളും കടപ്പാടുകളും കടമകളും അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല. എനിക്ക് എൻ്റെ ശരീരവും എൻ്റെ സുഖവും എൻ്റെ ആസ്വാദനവും മാത്രമാണ് വലുത് എന്ന് പ്രഖ്യാപിച്ച് ആ സുഖത്തിനു വേണ്ടി മനസ്സ് തോന്നുന്നിടത്ത് അവിടെ തകർന്നു വീഴുന്ന ബന്ധങ്ങളോ നഷ്ടപ്പെട്ടു പോകുന്ന ജീവനുകളോ വ്രണപ്പെട്ടു പോകുന്ന അഭിമാനങ്ങളോ ഒന്നിനും ഒരു പ്രസക്തിയില്ലാത്ത നവലിബറൽ സംസ്കാരത്തിന്റെ ഒരു കാലം. അങ്ങനെ സഞ്ചരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. വേറെ ചില ആളുകൾ ഇന്ന് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും ഭീതിയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു അസ്വസ്ഥതയാണ് ലഹരിയുടെ പിടിയിലേക്ക് ഈ നാട് വളരെ വേഗം അമർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പണ്ടൊക്കെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന, മദ്യപിക്കുന്ന 1, 2, 3 ആളുകളുണ്ടെങ്കിൽ അവരെ നാട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇന്നൊരു പക്ഷേ നമുക്കത് നിർവചിക്കാൻ പോലും കഴിയാത്ത, വിശദീകരിക്കാൻ പോലും കഴിയാത്ത അതിഭീകരമായ അവസ്ഥയിലേക്ക് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല പേരുകളിലുള്ള സിന്തറ്റിക് ലഹരികളടക്കം നമ്മുടെ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭീതിതമായ കാഴ്ച നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 16-കാരി കോഴിക്കോട് ഒരു വീട്ടിൽ
ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തപ്പെട്ടത്, അതിന്റെ വാർത്ത കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നമ്മൾ വായിച്ചത്. നിസാരമായ കാര്യങ്ങൾക്ക് മനുഷ്യജീവന് ഒരു പാറ്റയുടെ ജീവൻ പോലും നൽകാത്ത, ആ പരിഗണന പോലും നൽകാതെ കൊന്നുകളയുന്ന ദുരന്ത കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ റോഡിൽ 2 പേർ ഒരു മനുഷ്യരെ തല്ലിയും ചവിട്ടിയും കൊല്ലുന്ന മറ്റൊരു കാഴ്ചക്കും ഇന്നലെ നമ്മൾ സാക്ഷികളായി. എത്രയെത്ര ഭീതിപ്പെടുത്തുന്ന ദുരന്തത്തിന്റെ കാഴ്ചകൾക്ക് നമ്മൾ ഓരോരുത്തരും സാക്ഷികളായി കൊണ്ടിരിക്കുന്നു. ഓരോന്നും കടന്നു വരുമ്പോഴും മരണത്തിന്റെയും കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും വാർത്തകളൊന്നും ഇന്ന് നമ്മളിൽ ആരിലും ഒരു ഞെട്ടലും ഉണ്ടാക്കുന്നില്ലാത്ത വിധം അത് നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ പരിഹാരം? എല്ലാവർക്കും പ്രശ്നങ്ങൾ പറയാനുണ്ട്. ലഹരിയുടെ അല്ലെങ്കിൽ അതേപോലെയുള്ള അവസ്ഥകളുടെ, കൊലപാതകങ്ങളുടെ, അക്രമങ്ങളുടെ, വയലൻസിന്റെ ഭീതിതമായ പ്രശ്നങ്ങൾ പറയാൻ എല്ലാവരുമുണ്ട്. ഇതിന്റെ പരിഹാരം ആര് പറഞ്ഞു നൽകും? ഈ മറുവശത്ത് ഈ മനുഷ്യരുടെ ഈ മാനസികമായ സംഘർഷത്തിന്റെ ഈ അവസ്ഥ മുതലെടുക്കാൻ ചൂഷണത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, പുരോഹിതന്മാരുടെ ചൂഷണ കേന്ദ്രങ്ങൾ അതിങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് സമാധാനം നൽകുന്ന മതത്തിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന, മനുഷ്യർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന പുരോഹിതന്മാർ എന്ന് പറയുന്നവർ, അവർ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ, അവർ നിർവഹിക്കുന്ന, അവർ ചെയ്തു വരുന്ന പ്രവർത്തികൾ, ചൂഷണങ്ങൾ എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയകളിലടക്കം നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യർക്ക് അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം പറയാൻ പലരും ശ്രമിച്ചിട്ടും ആ പരിഹാരങ്ങളൊന്നും പരിഹാരമായി അതിന്റെ ഫലമില്ലാതെ പോകുന്നത് അവർ ശരിയായ പരിഹാരമല്ല പറയുന്നത് എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനുള്ള പരിഹാരം നമ്മളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചം സംവിധാനിച്ച, സൂര്യനെയും ചന്ദ്രനെയും ആകാശഭൂമികളെയും ഈ മഹാപ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച ഈ ലോകത്തിന്റെ സ്രഷ്ടാവ് പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തന്ന പരിഹാരങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശാശ്വതമായ പരിഹാരവും സമാധാനവും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യ ജീവിതത്തിന്റെ അവരനുഭവിക്കുന്ന ഏതു തരത്തിലുള്ള പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പരിഹാരത്തിന്റെ മർമ്മം, അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, ശുദ്ധമായ തൗഹീദാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും പ്രതിസന്ധികളുടെയും എല്ലാ ദുരിതങ്ങളുടെയും ആത്യന്തികമായ പരിഹാരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശുദ്ധമായ ഏകദൈവ വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മനുഷ്യ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ പരിഹാരം പഠിപ്പിക്കാൻ അള്ളാഹു മനുഷ്യരിലേക്ക് പ്രവാചകന്മാരെയാണ് നിയോഗിച്ചിരുന്നത്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ മനുഷ്യരിലേക്ക് നിയോഗിച്ചു. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ പരിഹാരം പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരിലെ അവസാന കണ്ണിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന്റെ മുമ്പിൽ, ഈ ലോകം അവസാനിക്കുന്ന നിമിഷം വരെയുള്ള കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ പരിഹാരത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അത് ഖുർആനും സുന്നത്തും അടങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണങ്ങളും അതിന്റെ ഘടകങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഖുർആനും സുന്നത്തും ഈ ലോകത്ത് മനുഷ്യരിലേക്ക് കൈമാറുക എന്ന മഹാദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കേരളത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് തൗഹീദിലൂടെയാണ് നമുക്ക് നിർഭയത്വമുള്ളത്. ജാറങ്ങളിലും മക്ബറകളിലും ചൂഷണ കേന്ദ്രങ്ങളിലെല്ലാം മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ പരിഹാരം തേടി കടന്നു ചെല്ലുമ്പോ അവർക്ക് ലഭിക്കുന്നത് സമാധാനമല്ല, സത്യത്തിൽ അവർക്ക് കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്കാണ് അവർ ചെന്നു പതിക്കുന്നത്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറാൻ പരിഹാരം തേടി പുരോഹിതന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോ ചിലർ പറഞ്ഞു നൽകുന്ന പരിഹാരം നിങ്ങൾ മനുഷ്യബലി നടത്തണമെന്നാണ്. വിവരത്തിൽ, വിജ്ഞാനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഈ പുതിയ കാലത്ത് പോലും നരബലികളിലേക്ക് വരെ മനുഷ്യർ സഞ്ചരിച്ച ഭീതിതമായ അന്ധവിശ്വാസത്തിന്റെ അവസ്ഥകൾ നമ്മൾ നമ്മുടെ നാടുകളിൽ
നമ്മുടെ വർത്തമാന കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ്. മരിച്ചുപോയവർ ജീവിച്ചു വരും എന്ന് വിചാരിച്ച് അവരെ കബറടക്കാതെ അവരുടെ മൃതദേഹങ്ങൾ വീട്ടിൽ അത് സൂക്ഷിച്ചു വെച്ച് അവിടെ നിന്ന് അതിന്റെ പരിഹാരം തേടി കാത്തിരുന്ന, അത് ജീവനോടെ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് ആ മൃതദേഹത്തിന്റെ അടുക്കൽ കാത്തിരുന്ന, അത്രമാത്രം അന്ധവിശ്വാസത്തിലേക്ക് അധപ്പതിച്ച ഒരു സാഹചര്യം നമ്മുടെ നാടുകളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ കാഴ്ചകൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും നമുക്കെണ്ണിയാൽ തീരാത്ത അവസ്ഥകൾ വിശദീകരിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിഹാരം ഇന്ന് ഈ സമ്മേളനത്തിലൂടെ, ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളിലൂടെ ഈ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത്, മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യർ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചെടുത്തു നിന്ന് ലോക ചരിത്രത്തിൽ അവർ ഏറ്റവും നല്ല സമാധാനത്തിന്റെ സ്വസ്ഥതയുള്ള ആളുകളായി മാറിയതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ എണ്ണി പറയാൻ നമുക്ക് കഴിയും. 1400 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് മക്കയിലും മദീനയിലും അവിടെ ഇതേപോലെ ലഹരിയിലും തിന്മകളിലും ജീവിച്ചിരുന്ന ഒരു ജനസമൂഹം, അവർ ലോക ചരിത്രത്തിൽ അസ്വസ്ഥമായി ഒരു പെൺകുട്ടി ജനിച്ചാൽ അതുപോലും അപമാനമായി കണ്ട് അസ്വസ്ഥമായി ജീവിച്ച് സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ആ ജാഹിലിയത്തിലെ മനുഷ്യർ, അവർ സ്വന്തം പെൺമക്കൾ അവർ തങ്ങളുടെ ജീവിതത്തിലെ സ്വർഗത്തിന്റെ കാരണമാണെന്ന് മനസ്സിലാക്കുന്നിടത്തേക്ക് അവരുടെ മനസ്സ് പരിവർത്തിക്കപ്പെട്ടുവെങ്കിൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചു മൂടണം, മറമാടണം, ആ മുന്തിരിവള്ളിയുടെ വേരിലൂടെ നുരുമ്പിപ്പോകുന്ന എന്റെ എല്ലുകൾക്ക് ലഹരി ആസ്വദിക്കാമല്ലോ എന്ന് മരിച്ചാലും തീരാത്ത ലഹരിയോടുള്ള ആസക്തി മൂത്ത് അതിൽ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹം, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിരമിക്കാൻ സമയമായില്ലേ എന്ന് ചോദിക്കുമ്പോ, വിരമിക്കാൻ സമയമായി എന്ന് പറയാൻ മാത്രം, അത് എന്നേക്കുമായി ഒഴിവാക്കാൻ മാത്രം ഒരു ജനസമൂഹത്തിന്റെ മനസ്സ് മാറ്റാൻ സാധിച്ചത്, പ്രിയപ്പെട്ടവരെ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കൊണ്ടും ഏതെങ്കിലും മന്ത്രവടികൾ കൊണ്ടുമല്ല, മറിച്ച് ഈ ലോകത്തിന്റെ സ്രഷ്ടാവ് മനുഷ്യരോട് സംസാരിച്ച അള്ളാഹുവിന്റെ വചനങ്ങൾ, ഖുർആനിന്റെ കലാമുകൾ മനുഷ്യരിലേക്ക് വന്ന ഒരു മഹാപ്രവാചകൻ അവരുടെ മനസ്സിനോട് സംസാരിച്ചപ്പോ, ആ ആയത്തുകൾ, ആ ഖുർആനിന്റെ വാചകങ്ങൾ അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാണെന്നവർക്ക് അനുഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടപ്പോ, അതിനെ അവർ നെഞ്ചോട് ചേർത്ത് വെച്ചപ്പോ, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലരായ മനുഷ്യരായി അവർ ഈ ഖുർആനിന്റെ ആയത്തുകൾ അത് ജീവിച്ചു കാണിച്ചു തന്ന മുഹമ്മദ് നബിയുടെ സ്വഹാബ എന്ന റളിയല്ലാഹു അൻഹും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സംസാരം കേൾക്കുന്നവരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് ഈ നാടിനോട് പറയാനുള്ളത്, ശരിയായ മനുഷ്യ ജീവിതത്തിന്റെ പാത എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സ്രഷ്ടാവ് പഠിപ്പിച്ച മനുഷ്യ ജീവിതത്തിന്റെ ശരിയായ പാതയാണ്. അത് മനുഷ്യർക്ക് പഠിപ്പിക്കാൻ മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അതിലെ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയിട്ട് 1400 ചില്ലാനം വർഷങ്ങളായി. എങ്കിലും ആ പ്രവാചകൻ ജീവിച്ചു കാണിച്ചു തന്ന ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത വിധം സമ്പൂർണമായി ശരിയായ വഴികളിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ആ പ്രവാചകന്റെ ചര്യ, അതാണ് സുന്നത്ത്. ആ സുന്നത്ത് എവിടെ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ രൂപപ്പെടുത്തി? അള്ളാഹു നൽകിയ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന്. ആ ഖുർആനിന്റെ വചനവും ഖുർആൻ എങ്ങനെ ജീവിതത്തിൽ പ്രയോഗിച്ച് ജീവിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ജീവിച്ചു കാണിച്ചു തന്ന ആ ഖുർആനിന്റെ സ്വഹീഹായ, ഖുർആനിന്റെ ശരിയായ ജീവിതചര്യയായ ഹദീസും അത് നമ്മൾ മുറുകെ പിടിച്ചു ജീവിക്കുമ്പോ ഏതു കാലത്തും മനുഷ്യ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് അത് പരിഹാരമാണ്. ഒട്ടകത്തിനെ മേച്ചു നടന്നിരുന്ന, ഒട്ടകത്തിന്റെ മൂക്ക് കയറ് പിടിച്ച് ജീവിച്ചു നടന്നിരുന്ന ഒരു ജനത ഈ കമ്പ്യൂട്ടറിന്റെ, ഇന്റർനെറ്റിന്റെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ റോബോട്ടിക് യുഗത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, അങ്ങ് അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിച്ച സംസാരങ്ങൾ അത്ഭുതകരമായി നമുക്ക് തോന്നും. അത്ഭുതകരമായി ഒറ്റുദാഹരണം മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു രൂപപ്പെടുന്ന ഘട്ടങ്ങൾ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നാണ് എക്സ്റേ മനുഷ്യർ കണ്ടുപിടിച്ചത്? എന്നാണ് സ്കാനിങ് കണ്ടുപിടിച്ചത്? എക്സ്റേയും സ്കാനിങ്ങും കണ്ടുപിടിച്ചിട്ട് വളരെ കുറഞ്ഞ കാലമേ മനുഷ്യർക്കായിട്ടുള്ളൂ. അതിന്റെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്
ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് വളർന്നു വരുന്നതിന്റെ ഘട്ടങ്ങൾ മുഴുവൻ ഒരൊട്ടകത്തിനെ മേച്ചു നടന്നിരുന്ന ഒരു ജനതയുടെ മുമ്പിൽ എഴുത്തും വായനയും അറിയാത്തൊരു പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും അതൊരു മനുഷ്യ പ്രവാചകനാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഒരു വ്യക്തിക്ക് അതൊരു സ്വയം രൂപപ്പെടുത്താൻ കഴിയില്ല. ആ ഖുർആൻ അതാണ് പരിഹാരം. ആ ഖുർആനിന്റെ പരിഹാരം ഈ ലോകത്തോട് 1400 കൊല്ലങ്ങളായി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഓരോ തലമുറകളിൽ അഖിലുസുന്നയുടെ പണ്ഡിതന്മാർ ആ മഹാദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് കാലം എത്ര മാറിയാലും വിവര സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും മനുഷ്യൻ എത്ര പുരോഗതിയിലേക്ക് കുതിച്ചാലും മനുഷ്യർക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് പരിഹാരം പറയാൻ മനുഷ്യരുടെ സ്രഷ്ടാവ് നൽകിയ സന്ദേശം മാത്രമേ പരിഹാരമുള്ളൂ. അത് മനുഷ്യരെ ബോധ്യപ്പെടുത്താനാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതൊരിക്കലും ജയിക്കാനും തോൽപ്പിക്കാനുമുള്ള പ്രോഗ്രാമുകളല്ല. ഇത് ശക്തി പ്രകടനങ്ങളുടെ പ്രോഗ്രാമുകളല്ല. മറിച്ച് മഹാപ്രവാചകന്മാർ ഈ നാട്ടിൽ ഈ ലോകത്ത് നിർവഹിച്ച മനുഷ്യരെ നിങ്ങൾക്ക് കുറച്ചു കാലം ഇവിടെ ജീവിതമുള്ളൂ, വളരെ കുറച്ചു കാലം, എത്ര കാലം, 60, 70, 80 കൊല്ലം, ആ കുറഞ്ഞ കാലം നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചു തീരാനുള്ളതല്ല. മറിച്ച് സാമൂഹികമായി ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കടമകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. നിങ്ങളുടെ ആയുസ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകത്തേക്കുള്ള ജീവിതമാണ്. നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്, അവരോട് കടമകളും കടപ്പാടുകളുമുണ്ട്. നിങ്ങൾക്ക് മക്കളുണ്ട്, അവരോട് നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾക്ക് അയൽവാസികളുണ്ട്, അവരോട് നിങ്ങൾക്ക് ബാധ്യതകളുണ്ട്. നിങ്ങൾ ഒരു ജോലിക്കാരനാണ്, അവിടെ നിങ്ങളുടെ യജമാനനോട് നിങ്ങൾക്ക് കടമകളും കടപ്പാടുകളുമുണ്ട്. നിങ്ങളൊരു യാത്രക്കാരനാണ്, അവിടെ നിങ്ങൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. നിങ്ങൾ കച്ചവടക്കാരനാണ്, അവിടെ നിങ്ങൾ പുലർത്തേണ്ട മൂല്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു ഭരണാധികാരിയാണ്, അവിടെ നിർവഹിക്കേണ്ട ദൗത്യങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതം ഇവിടെ തീരാനുള്ളതല്ല. മറിച്ച് വരണ്ടുണങ്ങിയ മണ്ണിൽ മഴ പെയ്ത് അവിടെ ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ കബറുകളിൽ നിന്ന് മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. നീതി നടപ്പാക്കുന്ന ഒരു പരലോകം വരാനുണ്ട്. അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. എന്ന മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം മരണത്തിന്റെ അപ്പുറമുള്ള ജീവിതത്തിന്റെ വിജയമാണെന്ന മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവരെ പഠിപ്പിക്കാൻ കൂടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ മഹാദൗത്യം എന്തെന്ന് പഠിപ്പിക്കുന്ന സമ്മേളനമാണ് ഇതുപോലെ നമ്മൾ ഓരോ പേരുകളിലും ക്യാമ്പയിനുകളിലും സംഘടിപ്പിക്കാറുള്ളത്. ഇന്നും ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനനായ ടി.കെ. അഷ്റഫ്, വിസ്ഡം യൂത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനായ താജുദ്ദീൻ സ്വലാഹി, രണ്ടുപേരും ഈ വിഷയങ്ങൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ആ സംസാരം മുഴുവനും കേൾക്കണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മനുഷ്യരോട് പറയുന്നത് അറിവ് നേടിക്കൊണ്ട്, വിജ്ഞാനം നേടിക്കൊണ്ട്, ഭൗതികമായ വിജ്ഞാനത്തിന്റെ കൂടെ മതപരമായ പ്രവാചകന്മാർ പഠിപ്പിച്ച അള്ളാഹുവിന്റെ ആ വിജ്ഞാനം കൂടി നേടിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം നന്മയിലേക്ക് നയിക്കണമെന്ന മഹാ വിപ്ലവത്തിന്റെ ദൗത്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് ഈ നാടിനോട് പറയാനുള്ളത്. യുവാക്കൾക്ക് വേണ്ടി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരുപാട് പ്രവർത്തന പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. യുവാക്കളെ, നിങ്ങൾക്കും ഈ പ്ലാറ്റ്ഫോമിൽ അണിചേരാം. നിങ്ങളുടെ മുമ്പിലും വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെ വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ യുവത്വം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ യൗവനം ഈ നാടിന്, ഈ രാജ്യത്തിന്, ഈ നിങ്ങളുടെ കുടുംബത്തിന് അതിന്റെ ധർമ്മങ്ങളും ദൗത്യങ്ങളും നിർവഹിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെയുള്ള ഒരു സമ്പാദ്യമായി, മരണത്തിന്റെ അപ്പുറമുള്ള ജീവിതത്തിലേക്കുള്ള സമ്പാദ്യമാണ്. വിശപ്പുരഹിത ഭവനത്തിന്റെ ട്രീറ്റ് പദ്ധതികൾ പോലെ ഇതിനോട് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാം. ഖുർആനും ഹദീസും പഠിക്കാനുള്ള QHLS പോലെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. അറിവ് നേടുന്ന വിജ്ഞാനവേദികൾ എല്ലാ ഒന്നാമത്തെ തിങ്കളാഴ്ചയും ഈ സഭാ ഹാളിൽ സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങൾക്ക് വായിക്കാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇറക്കുന്ന നേർപ്പദം വാരികയുണ്ട്. പുതിയ കാലത്ത് സാമൂഹികമായി മനുഷ്യർ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ പരിഹാരങ്ങൾ പറയുന്ന വ്യത്യസ്തമായ ലേഖനങ്ങളും ഫീച്ചറുകളും കവർ സ്റ്റോറികളുമായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന നേർപ്പദം വാരികയുണ്ട്. 24 മണിക്കൂറും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന പീസ് റേഡിയോയുണ്ട്. നിങ്ങൾ ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അധ്യാപകനാകട്ടെ, ചുമട്ട് തൊഴിലാളിയാകട്ടെ, നിങ്ങളൊരു വീട്ടമ്മയാകട്ടെ, വീട്ടുജോലിക്കാരിയാകട്ടെ, ആരാകട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കാൻ കഴിയുന്ന 50-ൽ പരം പ്രോഗ്രാമുകളുമായി
പീസ് റേഡിയോ നമ്മുടെ മുമ്പിലുണ്ട്. വിസ്ഡം സ്റ്റുഡൻസ്, പുതിയ കാലത്ത് എല്ലാവർക്കും പറയാനുള്ളത്, പുതിയ തലമുറ, ന്യൂ ജനറേഷൻ, ഈ ജെൻസി, അതിന്റെയും അപ്പുറത്ത് പുതിയ ആൽഫ ബീറ്റ ജനറേഷനുകൾ അവരെങ്ങനെ നിയന്ത്രിക്കും, അവരെങ്ങോട്ട് പോകും? 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന പരിഹാരങ്ങളുണ്ട്. കുഞ്ഞു മക്കളെ എങ്ങനെ ചേർത്തു പിടിക്കണം, ഏത് കാലത്തും ആ പരിഹാരം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് പ്രായോഗികമായി തെളിയിച്ചിട്ടുണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാർത്ഥി സംഘടന വിസ്ഡം സ്റ്റുഡൻസ്, വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ. നിങ്ങളുടെ മക്കളെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ചേർത്തു നിർത്താം. അവർക്ക് വേണ്ടി ഈ വേനലവധി കാലത്ത് അവരുടെ പ്രായത്തിനനുസരിച്ച് കൊണ്ടുള്ള കോഴ്സുകളും ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനോട് സമീപിച്ച നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയ ഒരു കുട്ടിക്കളിയല്ല, അതൊരു ആയുധമാണ്. ആ ആയുധം ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് അത് ചെന്ന് പതിക്കുമെന്ന ഓരോ രാജ്യത്തും അനുഭവിച്ച പ്രതിസന്ധിയുടെ ആഴം ഈ നാടിനെ ബോധ്യപ്പെടുത്തുന്ന വിസ്ഡം സ്റ്റുഡൻസിന്റെ ഈ സമ്മർ ക്വസ്റ്റ് പദ്ധതികളും ഈ സമ്മറൈസും ഈ പ്രോഗ്രാമുകളും ഒക്കെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. തൗഹീദിലൂടെ നിർഭയത്വം എന്ന ഈ ക്യാമ്പയിൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നത്, ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ പരിഹാരങ്ങൾ പറയുന്ന ഈ ഗുണകാംക്ഷയുടെ നസീഹത്തിന്റെ ഒരു പ്രോഗ്രാമാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂട്യൂബ് ചാനലുകളും വിസ്ഡം ഗ്ലോബൽ ടിവിയും നിങ്ങളുടെ മുമ്പിൽ ഈ പ്രസ്ഥാനത്തിന്റെ ചിത്രം സുതാര്യമായി ആർക്കും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പരിശോധിക്കാൻ കഴിയുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുറന്നു വെക്കപ്പെട്ടതാണ്. ഇതിന്റെ കൂടെ നിങ്ങൾ ചേർന്ന് നിൽക്കണം, ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. ഈ മഹാ ദൗത്യ നിർവഹണത്തിന്റെ കൂടെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം. ഈ നാടിന്റെ നന്മയ്ക്കു വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്കു വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ ഗുണത്തിനു വേണ്ടി, മരണത്തിന്റെ ജീവിതത്തിന്റെ അപ്പുറം സ്വസ്ഥതയ്ക്കു വേണ്ടി ഇതിന്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.